തൻ്റെ സ്ഥാപനത്തിൻ്റെ ഫോണിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞ യുവാവിനെക്കുറിച്ച് നടിയും ബിഗ് ബോസ് താരവുമായ ആര്യ ഒരു വീഡിയോ പങ്കിട്ടിരുന്നു. യുവാവിൻ്റെ ഫോൺ നമ്പർ വ്യക്തമാക്കുന്ന തരത്തിൽ അയാളുടെ സംസാരമടക്കമാണ് ആര്യ പോസ്റ്റ് ചെയ്തത്. ഇപ്പോഴിതാ സംഭവത്തിൽ കേസുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ആര്യ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നും താരം വിശദമാക്കുന്നു. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം. ഞങ്ങൾ സ്റ്റോറിയിൽ ഇരിക്കുമ്പോൾ വൈകുന്നേരം 7 മണിയോടെയാണ് കമ്പനി നമ്പറിലേക്ക് കോൾ വന്നത്. സഹപ്രവർത്തക വിജിതയാണ് കോൾ എടുത്തത്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ജെന്റിൽമാൻ ആയിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. ആര്യയുടെ നമ്പറാണോ എന്ന് ചോദിച്ചാണ് വിളിച്ചത്. ആര്യയുമായി പ്രൊജക്റ്റ് സംസാരിക്കാനാണ് വിളിച്ചത്. അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിജി അറിയിച്ചു, ഇത് കമ്പനി നമ്പറാണ്, അങ്ങനെ സ്വകാര്യ നമ്പർ തരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഇതിനിടയിൽ അയാൾ പറഞ്ഞു, ഞാൻ ആര്യയുടെ വലിയ ഫാനാണെന്ന്. അപ്പോൾ വിജിത കോൾ സ്പീക്കറിലിട്ടു. ഈ സമയം അയാൾ പറഞ്ഞതാണ് ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. പിന്നീടുള്ള അയാളുടെ സംസാരം വളരെ അറപ്പുള്ളതായിരുന്നു. പെട്ടെന്ന് ഒരു ബലൂൺ പൊട്ടുന്ന ഒരു അവസ്ഥയാണ്. അത്രയും മാന്യമായി സംസാരിച്ചിരുന്ന ആളുടെ വായിൽ നിന്ന് ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. എല്ലാവരും ചിരിക്കുകയായിരുന്നു. വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, ഏകദേശം 30 വയസ്സ് കാണുമായിരിക്കും. പിന്നീട് അയാൾ സംസാരം തുടർന്നു. എനിക്ക് ആര്യയെ കിട്ടുമോ, ആര്യയെ വേണം എന്നൊക്കെ ഇയാൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അതാണ് ഞാൻ പങ്കുവെച്ചതും. സംഭവത്തിൽ കേസ് കൊടുക്കണമെന്ന താല്പര്യമൊന്നും എനിക്കില്ല. എന്നാൽ സുഹൃത്ത് അനൂപും സഹപ്രവർത്തകരും കേസ് നൽകണമെന്ന് നിർബന്ധം പിടിച്ചു. അവനെ പൊക്കണം, ശരിയല്ലല്ലോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിച്ചത്. കേസായിപ്പോയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നതാണ് എൻ്റെ മുൻ അനുഭവം. പക്ഷേ സുഹൃത്ത് സ്റ്റേഷനിൽ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് പോലീസിന് പരാതി നൽകാൻ തീരുമാനിച്ചത്. കേസ് കൊടുത്തതുകൊണ്ട് ഇയാളെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇയാളെ നേരിട്ട് എനിക്ക് കാണാനാകുമോ? നേരിട്ട് കണ്ടാൽ ഇയാൾക്ക് എന്നോട് ഇതുപോലെയൊക്കെ സംസാരിക്കാൻ ധൈര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ സിസ്റ്റമൊക്കെ എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് അറിയാൻ ഒക്കെ താല്പര്യവുമുണ്ട്. അങ്ങനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതായും ആര്യ വീഡിയോയിൽ പറയുന്നുണ്ട്. സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. വിശദമായ മൊഴിയിൽ FIR ഫയൽ ചെയ്തിട്ടുമുണ്ട്. കോൾ വന്ന നമ്പർ പോലീസിന് കൈമാറി. പോലീസ് അറിയിച്ചത് ഇതൊരു നെറ്റ് കോൾ ആണെന്നാണ് പോലീസ് അറിയിച്ചത്. ഇയാൾക്ക് ഇതൊരു തൊഴിലായിരിക്കാം. അയാൾക്ക് എന്ത് സന്തോഷമാണ് അതിൽ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു മാനസിക അസുഖമാണ്. കൃത്യമായ ചികിത്സയാണ് വേണ്ടത്. ഇത് ആരെന്നറിയാൻ ആഗ്രഹവുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. ഇയാളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ആര്യ കൂട്ടിച്ചേർത്തു.